കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സംഭവം എന്താ പറഞ്ഞിട്ടുള്ള രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 2027 വേൾഡ് കപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒരു വിഭാഗം പറയുന്നു ഉണ്ടാവാൻ സാധ്യത ഇല്ല, ഒരു വിഭാഗം പറയുന്നു എന്താണ് ആലോചിക്കാൻ തീർച്ചയായും ഉണ്ടാവും. അവർ ബാക്കി ഫോർമാറ്റിൽ നിന്നൊക്കെ റിട്ടയർഡ് ചെയ്ത് ഈ വേൾഡ് കപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, ODIയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം, അതുകൊണ്ട് തീർച്ചയായും ഉണ്ടാവണമല്ലോ എന്നൊക്കെയാണ്. എന്നാൽ BCCIയുടെ അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത് സാധ്യതയില്ല എന്നാണ്. ഊഹാപോഹമാണ്. പക്ഷേ ഇതുപോലത്തെ ഊഹാപോഹങ്ങൾ എപ്പോഴും സത്യമായിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പ് ഇതുപോലൊരു ചർച്ചയായിരുന്നു, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും റിട്ടയർ ചെയ്തേക്കാം. അങ്ങനെ ആ ചർച്ചകൾക്കൊടുവിൽ രോഹിത് ശർമ്മ റിട്ടയർഡ് ആവുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വിരാട് കോഹ്ലി എന്തായാലും റിട്ടയർഡ് ആവാൻ സാധ്യതയില്ല, എന്തായാലും ഒരു വർഷം കൂടിയും കളിക്കും അദ്ദേഹം മിനിമം എന്ന് വിചാരിച്ചു. കാരണം അദ്ദേഹം ടെസ്റ്റിൽ തുടരാൻ വേണ്ടിയിട്ട് ഇവിടെ രഞ്ജി ട്രോഫിയിൽ വന്ന് ഡൽഹിക്ക് വേണ്ടി കളിച്ചായിരുന്നു. അപ്പോൾ തീർച്ചയായും എന്തായാലും കുറച്ചാളുണ്ടാവുമെന്ന് വിചാരിച്ചു. ബട്ട് ടീം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം റിട്ടയർ ചെയ്തു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ BCCയുമൊക്കെ ആയിട്ട് സെലക്ടേഴ്സൊക്കെ ആയിട്ട് ചെറിയ ഒരസലുകൾ നടക്കുന്നുണ്ട്. അല്ലാതെ വെറുതെ താടി നരച്ചത് മണ്ണ് റിട്ടയർഡ് ആവുന്നില്ല. അതൊക്കെ എന്തെങ്കിലും കാരണം പറയണ്ടേ എന്നോർത്തിട്ടാണ്. അതാണ് ഈ നമ്മൾ ലൈവായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാധീനം ഒന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കും നഷ്ടപ്പെടും. വിരാട് കോഹ്ലി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ഈ BCCയിൽ സ്വാധീനമുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇത് ഇത്ര വട്ടം വഴുതിപ്പോയത് നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ അന്നേ ഇതുപോലത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു, ഇവർ റിട്ടയർ ചെയ്യും ടെസ്റ്റിൽ സംഭവിച്ചില്ലേ. 2020 റിട്ടയർ ചെയ്യുന്നത് പോലത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതായത് വേൾഡ് പഠിച്ചാൽ റിട്ടയർ ചെയ്തില്ലേ. അത് ഏറ്റവും വലിയൊരു അബദ്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും രോഹിത് ശർമ്മ വിരാട് കോഹ്ലി 2020 റിട്ടയർ ചെയ്യാൻ പാടില്ലായിരുന്നു. ഓക്കെ, ടെസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്യണമായിരുന്നെങ്കിൽ അവർക്ക് റിട്ടയർ ചെയ്യാം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ഫോം ഔട്ടാണ്, കംപ്ലീറ്റ്ലി ഔട്ടാണ്. ഓസ്ട്രേലിയയിലൊക്കെ പൂർണ്ണ പരാജയമായിരുന്നു വിരാട് കോഹ്ലി രോഹിത് ശർമ്മയൊക്കെ. ഓക്കെ, പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് വാതിലിങ്ങനെ മുട്ടുക ടെസ്റ്റ് ടീമിൽ, ഇതാ ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞിട്ട് ടൺസ് ഓഫ് റൺസുമായിട്ട്. അതുകൊണ്ട് അവർ റിട്ടയർ ചെയ്യട്ടെ. ബട്ട് 2020 നല്ല ഫോമിലായിരുന്നില്ലേ രോഹിത് ശർമ്മയ്ക്ക്? എല്ലാ കളിയിലും ഫോമിലായിരുന്നു. വിരാട് കോഹ്ലിക്കാണെങ്കിൽ 50 ആവറേജൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ODIയിൽ അവർ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ 2020 അവർ നിൽക്കണമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മത്സരങ്ങളില്ല, മത്സരപരിചയം വേണ്ടേ, ഗ്രൗണ്ട് എക്സ്പീരിയൻസ് വേണ്ടേ. ODI എന്ന് പറഞ്ഞാൽ വളരെ കുറവേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ODI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബറിലാണ് ഓസ്ട്രേലിയയായിട്ട്. എത്ര നിർണായകമായിരിക്കും ഇവരെ സംബന്ധിച്ച് ആലോചിച്ചു. ഇവരുണ്ടെങ്കിൽ എത്ര പ്രഷറോട് കൂടിയായിരിക്കും. അതിനകത്തെങ്ങാനും ഇവർ വേണ്ട വിധത്തിൽ സ്കോർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഓപ്ഷനേ ഇല്ല, തട്ടിക്കളയും ഉറപ്പാണ്. 2027 വേൾഡ് കപ്പ് പോയിട്ട് 2026 പോലും ഇവരുണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അവരിപ്പം ഒരു ഫയറിംഗ് ലൈനിലാണ് ഉള്ളത് എന്നുള്ള കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കാനായിട്ടുള്ള എല്ലാ കളികളും BCCI ആരംഭിച്ചു കഴിഞ്ഞു, ODIൻ്റെ ക്യാപ്റ്റനാക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ BCCI ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ODIയിലൊക്കെ തുടരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് 2027 വേൾഡ് കപ്പൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുലീപ് ട്രോഫി കളിക്കണം എന്നൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല ഇവരിത് കളിക്കും. അങ്ങനെ ഒരുപാട് ഡിമാൻഡ് വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവർ റിട്ടയർ ചെയ്ത് പോകും, 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് വിരാട് കോഹ്ലി. കാരണം പുള്ളി അതിനൊന്നും നിൽക്കുന്ന ഒരു ലക്ഷണമേ ഞാൻ കാണുന്നില്ല. എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊന്നും 2027 വേൾഡ് കപ്പ് വരെ ഉണ്ടാവും തോന്നുന്നില്ല. 38-30 ബോയ്സൊക്കെയാണ് സംഭവം. ആ സമയത്തേക്ക് ആവത്തുള്ളൂ വരും. സച്ചിൻ 38 വയസ്സിലാണ് 2010 വേൾഡ് കപ്പ് കളിച്ചത്. വിരാട് കോഹ്ലിക്ക് ഇപ്പോൾ 55 മേലെ ആവറേജ് ഉണ്ട് ODIയിൽ. രോഹിത് ശർമ്മയും ODIയിൽ അത്യാവശ്യം നല്ല മിന്ന ഫോമിലാണ്. നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിലും എല്ലായിടത്തും കണ്ടതൊക്കെ തന്നെയാണ്. പക്ഷേ വൺസ് ആ ഒരു പിടുത്തം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രോഹിത് ശർമ്മയല്ല, വിരാട് കോഹ്ലി അല്ല, ആരായിട്ടും കാര്യമില്ല. നമ്മൾ പണ്ടും കണ്ടിട്ടുള്ളതാണ്. പിന്നെ സൗരവ് ഗാംഗുലി എത്ര പവർഫുൾ മാനായിരുന്നു. ഒരു കാലത്ത് ഇന്ത്യൻ ടീമിനെ ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവസാനം പട്ടിയെ പോലെ പുറത്തായില്ലേ ടീമിൽ നിന്ന്. അങ്ങനെയാണ്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എപ്പോഴും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മ പിന്നെയും ഓക്കെ, ബട്ട് വിരാട് കോഹ്ലി എപ്പോഴും ഈ സെലക്ടേഴ്സും അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് എപ്പോഴും ഒരു ചെറിയ ഒരസലാണ്. ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു ചാൻസ് കിട്ടി അപ്പോൾ ഇവർ ചവിട്ടാനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സച്ചിനൊക്കെ 38-40 വയസ്സ് വരെ കളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിന് ഒരു അലമ്പിനും ഇല്ലല്ലോ, കളിക്കുക പോവുക, അത്രയും മാത്രമേ ഉള്ളൂ. ചോദ്യം ചെയ്യാനില്ല, ഒന്നിനുമില്ല, അങ്ങനെയാണ്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങളിൽ സംതൃപ്തമല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ റോക്കോ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുകളൊക്കെ സത്യമാണെങ്കിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിനത്തിലും അധികകാലം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എൻ്റെ വളരെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഇവർ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറയണം. നമുക്കത് ഒന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കണം. സച്ചിൻ്റെ അവസാന ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെസ്റ്റ് ഇൻഡീസിനോട്, കാരണം ഇനി സച്ചിനെ നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ കഴിയില്ല എന്നുള്ള അത്രയ്ക്ക് ഇമോഷണലിയാണ് നമ്മൾ കണ്ടത്. വലിയൊരു യാത്രയൊക്കെ. അങ്ങനെ ഒരു യാത്രയൊക്കെ തീർച്ചയായും ഇവർ കൊടുക്കണം. ഇവരതിനും ഡിസേർവിംഗ് ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയയായിട്ടുള്ള ഏകദിന സീരീസാണ് ഇവർ അവസാന സീരീസെങ്കിൽ അത് നേരത്തെ പറയണം. വേണ്ട വിധത്തിലുള്ള ഒരു യാത്രയപ്പ് ഇവർക്ക് കൊടുക്കണം. ആദ്യം റിട്ടയർ ചെയ്തപ്പോൾ ഇനി 2 ഫോർമാറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ വലിയൊരു യാത്രയപ്പ് പോലെയൊന്നും ഇല്ലായിരുന്നു. കപ്പടിച്ചു, റിട്ടയർ ചെയ്തു. പിന്നീട് ടെസ്റ്റിൽ വന്നപ്പം ഇവർ സീരീസ് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഞങ്ങൾ റിട്ടയർ ചെയ്യുകയെന്ന് അറിയിച്ചത്. അത്
ഒരു എഫക്റ്റ് ഇല്ലാതെ പോയി അല്ലേ? വിരാട് കോഹ്ലിയെ പോലത്തേക്ക് ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരാൾ ടെസ്റ്റ് ചെയ്തൊക്കെ വിരമിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് കിട്ടേണ്ട കുറേ പ്രിവിലേജ് ഉണ്ടായിരുന്നു, അതൊന്നും കിട്ടാതെ പോയി. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ, ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ, ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് വിരാട് കോഹ്ലി. അദ്ദേഹം റിട്ടയർ ചെയ്ത് പോകുമ്പോൾ വെറുതെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റോടെ ആവരുത്. തീർച്ചയായും വലിയൊരു റിട്ടയർമെൻറ്റ് പ്രോഗ്രാം സംഘടിപ്പിക്കണം. നമുക്കതൊക്കെ ഒന്ന് കൺകുളിർക്കെ കാണണം.